നമസ്കാരം. ആധുനിക കേരളത്തിൽ ജ്യോതിഷത്തിൻ്റെയും ആത്മീയ വാണിജ്യത്തിൻ്റെയും കച്ചവടം വർദ്ധിച്ചു വരികയാണ്. ഈ വ്യാജ ആത്മീയ വിദഗ്ധരും ജ്യോതിഷികളും അവരുടെ മുന്നിൽ വരുന്ന ആളുകളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കുകയാണ്. ഏതെങ്കിലും ജ്യോതിഷിയെയോ അല്ലെങ്കിൽ ഗുരുവിനെയോ വിശ്വസിക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം നിങ്ങൾ ചിന്തിക്കണം, അവരുടെ അടുത്ത് പോകണോ വേണ്ടായോ എന്ന്. വ്യാജ ആൾ ദൈവങ്ങളെയും ജ്യോത്സ്യന്മാരെയും സുവിശേഷകന്മാരെയും ഒക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ വെട്ടിൽ വീഴും, ഉറപ്പായും വീഴും. അതുകൊണ്ട് തെറ്റായ കൈകളിൽ ഒരിക്കലും ചെന്ന് ചാടരുത്. എല്ലാവർക്കും അവരവരുടെ ഭാവിയെക്കുറിച്ച് അറിയാനുള്ള സ്വാഭാവിക ജിജ്ഞാസയുണ്ട്. എന്നിരുന്നാലും ഭാവി അറിയാൻ നിങ്ങൾ സമീപിക്കുന്നവരുടെ യോഗ്യതകളും മുൻകാലങ്ങളിൽ അവർ നടത്തിയ പ്രവചനങ്ങളുടെ കൃത്യതയും അറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, ഇല്ലേ? തീർച്ചയായും ഉണ്ട്. കലിയുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ വഞ്ചനയും വാണിജ്യവൽക്കരണവും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. നിലവിൽ ധർമ്മത്തിൻ്റെ ഭാഗമായ ആത്മീയതയും വേദശാസ്ത്രങ്ങളും പോലും വിപണിയിലെ ഉൽപ്പന്നങ്ങളായി മാറിയിരിക്കുന്നു, വിൽപ്പനച്ചരക്കുകളായി മാറിയിരിക്കുന്നു. കോർപ്പറേറ്റ് കുത്തകകളും യോഗ്യതയില്ലാത്ത വ്യക്തികളും ലാഭം നൽകുന്ന എല്ലാ മേഖലകളിലും ലക്ഷ്യം വയ്ക്കുമ്പോൾ യഥാർത്ഥ വിശ്വാസികളുടെ സ്വപ്നങ്ങളും ജീവിതവുമാണ് അപകടത്തിലാകുന്നത്. അത് നമ്മളൊന്ന് ചുറ്റും പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. അതുകൊണ്ട് സമൂഹത്തിൽ ആത്മീയവും വേദപരവുമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ അറിവും അതുപോലെ ആത്മീയ വൈദഗ്ധ്യവും സമഗ്രമായി വിലയിരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ മാർഗനിർദ്ദേശം തേടാവൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലേക്ക് കൂപ്പുകുത്തും, ഉറപ്പാണ്. ഒരു പോലീസ് കോൺസ്റ്റബിൾ പോലീസിൻ്റെ DGP ആണെന്നും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രസിഡന്റാണെന്നും അവകാശപ്പെടുന്നത് പോലെ മിന്നുന്ന പരസ്യങ്ങളുടെ മറവിൽ വ്യാജ ഗുരുക്കന്മാരും പണ്ഡിറ്റുകളും സുവിശേഷകന്മാരും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതേസമയം ഭാവി സംഭവങ്ങൾ കൃത്യമായി അറിയാൻ പ്രവചനശക്തികളും വേദശാസ്ത്രങ്ങളിൽ വൈദഗ്ധ്യവുമുള്ള ആത്മീയ ഗുരുക്കന്മാരുടെ കൃപ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുള്ളവർക്ക് അതൊരു ആശ്വാസമാകും. ആത്മീയതയുടെയും വേദശാസ്ത്രത്തിൻ്റെയും പേരിൽ ഒരു കൂട്ടം ആളുകൾ എത്ര സമർത്ഥമായിട്ടാണ് പൊതുജനങ്ങളെ വഞ്ചിക്കുന്നത്. പൊതുജനങ്ങളുടെ ആവശ്യമനുസരിച്ചാണ് അവരെ പറ്റിക്കുന്നത്. കൂണുപോലെ പൊട്ടിമുളച്ചു വരുന്ന ജ്യോതിഷാലയങ്ങളും ആൾ ദൈവങ്ങളും സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് പങ്കുവയ്ക്കുന്നത്. എല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ്. പാവങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന നാണയത്തുട്ടുകൾ വരെ തൻ്റെ പോക്കറ്റിലാക്കാൻ എടുക്കുന്ന അടവുകൾ അത് പലതാണ്. മുന്നിൽ വരുന്ന ആളിൻ്റെ ആവശ്യങ്ങളും പശ്ചാത്തലവും ചോദിച്ചറിഞ്ഞ് കവടി നിരത്തി ഉടായിപ്പുകൾ പറഞ്ഞ് പേടിപ്പിച്ച് പണം തട്ടുന്നു. പണം കൊടുക്കാതെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പ്രവചനം പറയുമോ? ഇല്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇവന്മാരുടെ അടുത്ത് പോകുന്നതിന് മുൻപ് ആലോചിക്കുക.